ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ലൈനിങ് ചുരിദാറാണ് കേട്ടോ. ലൈനിങ് വെച്ചിട്ടുള്ള ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്ത ചുരിദാറാണ്. അപ്പോൾ ഇത് ലൈനിങ് വെച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. അതിനായിട്ട് നമ്മൾ ലൈനിങ് കട്ട് ചെയ്ത് വെച്ചതുണ്ട് കേട്ടോ. ലൈനിങ് അതിൻ്റെ അടിഭാഗം മടക്കി അടിക്കേണ്ട. ആദ്യമായിട്ട് ലൈനിങ്ങിൻ്റെ അടിഭാഗം മടക്കി അടിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ലൈനിങ് ഈ ചുരിദാറിൻ്റെ ഒറിജിനൽ പീസിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പോകും കേട്ടോ. സെൻറ്റർ കൃത്യമായിട്ട് ലൈനിങ്ങിൻ്റെയും ഇതിൻ്റെ സെൻറ്റർ കൃത്യമായിട്ട് ഒരു പോയിൻ്റ് ഇട്ടിട്ട് വേണം നമ്മൾ കൃത്യമായിട്ട് അളവിൽ വെക്കണം കേട്ടോ. എന്നിട്ട് ഈ ലൈനിങ് ആണ് കൃത്യ അളവിൽ നമ്മൾ കട്ട് ചെയ്തത്. മറ്റേ ഒറിജിനൽ പീസ് കണ്ടോ കുറച്ച് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് ലൈനിങ് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോവാതിരിക്കാൻ വേണ്ടി സെൻറ്ററായിട്ട് ഒരടി അടിക്കാം കേട്ടോ. ഇതുമാതിരി സെൻറ്റർ രണ്ടും ഒരുപോലെ വെച്ചിട്ട് ലൈനിങ്ങും ചുരിദാറിൻ്റെ ഒറിജിനൽ പീസും ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ സെൻറ്ററായിട്ട് ജസ്റ്റ് ഒരടി അടിക്കുക. എന്നുവെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറാതിരിക്കാൻ നമ്മൾ നെക്ക് സെറ്റ് ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ അടുത്ത് നമ്മൾ നെക്ക് റെഡിയാക്കാം. അപ്പം നമ്മൾ നെക്കിന് വേണ്ടി ഇതുപോലെ ഒരു ക്യാൻവാസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മുടെ വിഡ്ത്തിൻ്റെ അളവൊക്കെ കൃത്യമായിട്ട് എടുത്തിട്ട് ഇറക്കത്തിൻ്റെ അളവും കൃത്യമായിട്ട് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഏത് മോഡലാണ് നമുക്ക് വേണ്ടത് വെച്ചാൽ അതുപോലെ നമ്മൾ വരഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇതിൽ ഏകദേശം ഇങ്ങനൊരു മോഡലാട്ടോ വരയ്ക്കുന്നത്. ഇങ്ങനെയാണ്, ഇതുപോലത്തെ ഒരു നെക്കാണ് കേട്ടോ. ഈ മോഡൽ നെക്കാണ് നമ്മൾ ഈ ചുരിദാറിലേക്ക് വേണ്ടിയിട്ട് അടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരച്ചിട്ട് അത് അതേപോലെ ഇതിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ക്യാൻവാസിൽ ഉണ്ടോ. നമ്മൾ ആ വരച്ചത് തന്നെ പോയിൻ്റ് തെറ്റാതെ അതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ. കണ്ടോ, അങ്ങനെ കട്ട് ചെയ്ത് തുമ്പ് വരെ കട്ട് ചെയ്തിട്ട് പിന്നെ തുമ്പ് വരെ കട്ട് ചെയ്തിട്ട് മുഴുവനായിട്ട് കട്ട് ചെയ്ത് കളയുന്നില്ല. അപ്പോൾ നമുക്ക് ആ വിഡ്ത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറാതിരിക്കാൻ വേണ്ടി അങ്ങനെ തന്നെ വെച്ചിട്ടാണ് നമ്മൾ ആ ചുരിദാർ പീസിൽ അറ്റാച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആ ക്യാൻവാസിൻ്റെ ഇതുമ്മക്കൂടെ മേലെ കൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ക്യാൻവാസ് അതുമ്മ പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നടുക്കുള്ള പീസ് എടുത്ത് കളയാം കേട്ടോ. മേലെ ആ സൈഡിൽ കൂടെ അടിച്ചിടും. ഉണ്ടോ, സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നടുക്കുള്ള പീസ് എടുത്ത് നമ്മൾ സൈഡ് ഇങ്ങനെ മടക്കി അടിക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഇതുപോലെ മടക്കി അടിക്കുക. ബാക്കി അങ്ങനെ അടിച്ച് ബാക്കി ബാലൻസ് വരുന്നത് അങ്ങനെ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. ഇതുമാതിരി കണ്ടോ, അങ്ങനെ ബാലൻസ് വരുന്ന ചുറ്റുപാറും അത് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. ഒഴിവാക്കിയതിന് ശേഷം കണ്ടോ ഈ മോഡലാണ് കേട്ടോ. ഇതാണ് നമ്മുടെ നെക്കിൻ്റെ മോഡൽ വരുന്നത്. ഇത് നമ്മൾ ചുരിദാറിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ സെൻറ്ററായിട്ട് ഒരു അടി അടിച്ചിട്ട് ലൈനിങ് ഇങ്ങനെ സെൻറ്ററായിട്ട് ഒരു അടി മാത്രം അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നെക്ക് അറ്റാച്ച് ചെയ്യാൻ പോകുക കേട്ടോ. ഇതുപോലെ നെക്ക് ക്യാൻവാസിൽ ഇതുപോലെ വരച്ച് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു തുണിയിൽ. എന്നിട്ട് അത് നമ്മളിങ്ങനെ സെൻറ്ററായിട്ട് വെച്ച് ആ നെക്കിൻ്റെ ഇതിൽ അറ്റാച്ച് ചെയ്യാം. ഇതുപോലെ സെൻറ്ററായിട്ട് ജസ്റ്റ് ഒരു അടി അടിച്ചു കൊടുക്കും കേട്ടോ, ക്ലിയറായിട്ട് വരാനാണ്. നെക്ക് ക്യാൻവാസിൻ്റെ ഓരത്തു കൂടെ അടിച്ചു കൊടുക്കണം കേട്ടോ. ആ അളവിൽ കൃത്യമായിട്ട് അതേ ഇതിൽ ഗ്യാപ്പിൽ കൂടെയൊക്കെ കൃത്യമായിട്ട് അടിച്ചത്. പോയിന്റിലൊക്കെ അങ്ങനെ സൂചി കുത്തി നിർത്തി കൃത്യമായിട്ട് ഇതാക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോഴാണ് ക്ലിയറായിട്ട് നെക്ക് വരുള്ളൂ കേട്ടോ. അതുപോലെ ചുറ്റുഭാഗവും അടിച്ചു കൊടുക്കട്ടെ. നെക്കിൻ്റെ ചുറ്റുഭാഗവും അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ നടുക്ക് വരുന്ന പീസ് കട്ട് ചെയ്ത് കളയാം.
ഇതുപോലെ കുറച്ച് തുമ്പ് ഇട്ടിട്ട് കട്ട് ചെയ്ത് കളയാം. ഇതുപോലെ മുഴുവനായിട്ട് അവിടെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഒരു ചെറുതായിട്ട് ഒരു കട്ട് ചെയ്തെടുക്കാം. സ്റ്റിച്ചുമ്പോൾ തട്ടാതെ വേണം കേട്ടോ ചെയ്യാൻ. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ക്ലിയറായിട്ട് മറിഞ്ഞ് ക്ലിയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതുപോലെ നമുക്ക് മറച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഓരോ ഗ്യാപ്പുകൾ ഇതേപോലെ നന്നായിട്ട് ഇങ്ങോട്ട് പ്രസ് ചെയ്ത് ക്ലിയറാക്കിയിട്ട് മറച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ നെക്ക് ഇങ്ങനത്തെ ഈ മോഡലാണ് വന്നിരിക്കുന്നത് കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള ഒരിതാണ് കേട്ടോ. ഇനി നമ്മൾ ആ നെക്കിൻ്റെ ഈ ഓരത്തു കൂടെ ഒരു അടി അടിക്കുക കേട്ടോ. ചെറുതായിട്ട് സ്റ്റിച്ച് ചെറുതാക്കിയിട്ട് ഓരത്തു കൂടെ അങ്ങനെ അടിക്കുക. അപ്പം നല്ല പതിഞ്ഞ് കിടക്കും നെക്ക്. നല്ല വൃത്തിയിൽ നമ്മൾ ആ നെക്കിൻ്റെ ആ ക്ലിയറായിട്ട് ആ നെക്കിൻ്റെ ഒരു ആകൃതിയിൽ നമ്മൾ ഓരത്തു കൂടെ അടിക്കുക കേട്ടോ. അങ്ങനെ മുഴുവനായിട്ട് അടിക്കുന്നുണ്ട്. ഇനി നമ്മൾ നെക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നെക്ക് ഇതുപോലെ ലൈനിങ്ങിൽ നെക്കിൻ്റെ ഈ പീസ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യും കേട്ടോ. ലൈനിങ് മാത്രം ഇങ്ങനെ സെപ്പറേറ്റ് എടുത്തിട്ട് ഇതുപോലെ പുറത്തേക്ക് അടി കാണാതെ ലൈനിങ്ങിനോട് ചേർന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു കേട്ടോ. ഒറിജിനൽ പീസ് ഇപ്പുറത്തേക്ക് ഇങ്ങനെ മാറ്റി ഇപ്പുറത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ആ നെക്കിൻ്റെ ബാക്കി വരുന്ന ബാക്കോട്ട് നമ്മൾ തിരിച്ച് വെച്ച ഭാഗമല്ലേ അത് ഇതുപോലെ ലൈനിങ്ങിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്കിത് ഫ്രണ്ട് പീസിലൊന്നും അതിൻ്റെ അടി വരില്ല, ലൈനിങ്ങിൽ പോകും. നമ്മളിത് നന്നായിട്ട് ഒപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അടി വരെ ഒപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ലൈനിങ് മൊത്തം അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഇതിൽ ഒറിജിനൽ പീസിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഷോൾഡറിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇതിലാണ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. ഇതേപോലെ ഇതുപോലെ മുഴുവനായിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് വരെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ രണ്ട് സൈഡും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ലൈനിങ് മൊത്തം അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ബാക്കി വരുന്ന ഈ പീസൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയാണ് കേട്ടോ. അപ്പോൾ ലൈനിങ് ആണ് നമ്മുടെ ഒറിജിനൽ അളവിൽ കട്ട് ചെയ്തത്. അപ്പോൾ അത് കാരണം ബാക്കി വരുന്ന പീസൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ചുറ്റുഭാഗം കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ബാക്ക് പാർട്ടാണ് കേട്ടോ എടുക്കുന്നത്. ഫ്രണ്ട് പാർട്ടിൻ്റെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബാക്ക് പാർട്ടിൽ ഇതേപോലെ നെക്ക് റൗണ്ട് നെക്കാണ് ഇതുപോലെ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ അടയാളം അതേ റൗണ്ട് തന്നെ ബാക്ക് അപ്പുറത്തെ സൈഡ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ സൂചി കൊണ്ട് ഒരു ഇങ്ങനെ കുത്തി അടയാളം ഇട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് അതേപോലെ നമ്മൾ അപ്പുറത്ത് വരച്ചെടുക്കും. അപ്പോൾ ക്ലിയറായിട്ട് ആ റൗണ്ട് കിട്ടും. അതുകൊണ്ട് ആ സൂചി കൊണ്ട് കുത്തിയത് വന്നിക്കണം. അപ്പോൾ അതിൽ നമ്മൾ വരഞ്ഞു കൊടുക്കണം. ഇതുപോലെ അതിൽ തന്നെ റൗണ്ട് വരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിനി ബാക്ക് കഴുത്തിന് ക്യാൻവാസ് എടുക്കുന്നില്ല കേട്ടോ. ഇതുപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട്, ചുരിദാറിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ലൈനിങ്ങിൽ വെച്ചിട്ടാണ് നമ്മൾ ആദ്യം അറ്റാച്ച് ചെയ്യുന്നത് കേട്ടോ. നെക്ക് ഇതുപോലെ അതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് ഇതുപോലെ മടക്കി അടിക്കുന്നുണ്ട് കേട്ടോ. ലൈനിങ്ങിൻ്റെ മേലെ സെൻറ്റർ വെച്ചിട്ട് സൈഡ് ഇതേപോലെ മടക്കി അടിക്കുക.
അങ്ങനെ ആ ഒരു പീസ് അങ്ങനെ വെച്ചിട്ട് ചുറ്റുഭാഗം അത് ഇങ്ങനെ മടക്കി ലൈനിങ്ങിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ 4 ഭാഗവും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതേപോലെ ഇങ്ങോട്ട് മറച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പുറത്തെ സൈഡാണ് ഇതേപോലെ അറ്റാച്ച് ചെയ്ത് വെച്ച് ഇനി ഇതുപോലെ മറച്ച് വെച്ചിട്ട് ഇനി നമ്മൾ ബാക്ക് നെക്കിൽ ഈ ലൈനിങ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്. ബാക്കിൻ്റെ നമ്മൾ ചുരിദാറിൻ്റെ നല്ല വശം ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിൽ ഈ നെക്കിൻ്റെ ഇത് അടിച്ച് വെച്ചത് അറ്റാച്ച് ചെയ്യാൻ പോവുക കേട്ടോ. ഈ തുണി അടിച്ചത് ഇതിനോട് ഈ നല്ല ഭാഗത്തോട് ചേർത്ത് ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്യാൻ പോകും കേട്ടോ. സെൻറ്ററായിട്ട് വെച്ചിട്ടുണ്ട്. സെൻറ്റർ ഒന്ന് ജസ്റ്റ് ഇതുപോലെ അടിച്ചു കൊടുക്കാം. ഈ നെക്ക് ചുറ്റുഭാഗം ആ റൗണ്ടിൽ അടിച്ചു കൊടുക്കുക കേട്ടോ. ബാക്ക് നെക്കാണ്, ഫ്രണ്ട് നെക്കാണ്. ഇതുപോലെ ആ റൗണ്ടിൽ കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക. ഇതുപോലെ നെക്ക് റൗണ്ടായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ബാക്കി. നമ്മളിങ്ങനെ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യാൻ പോകും കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് പീസ് ഇങ്ങനെ വെക്കുക. നമ്മൾ ഈ നെക്ക് ഇത് അടിച്ച് വെച്ച ഈ ലൈനിങ് പീസ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഫ്രണ്ട് പീസിൻ്റെ ഷോൾഡർ ഇതുപോലെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ ഷോൾഡർ നല്ല വശം ചേർത്ത് നമ്മൾ ഇതാ ഇങ്ങനെ ഇതിനോട് ചേർത്ത് ഇങ്ങനെ വെച്ചിട്ട് അടിക്കണം. ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇങ്ങോട്ട് തന്നെ മറയ്ക്കുക. ഈ തുമ്പും നമ്മൾ ഇങ്ങനെ ചേർത്തിട്ട് ഇതുപോലെയാണ് നമ്മളുടെ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നത്. ലൈനിങ് ചുരിദാറിൻ്റെ നല്ലൊരു ഫിനിഷ് കിട്ടും. ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ 2 ഷോൾഡറും അതേപോലെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഷോൾഡർ കൊണ്ട് മറയ്ക്കാൻ പോകും കേട്ടോ. അടിച്ച് മറച്ച് ഇനി ഇതേമാതിരി 2 സൈഡും അടിച്ചിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ മറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഷോൾഡറിൻ്റെ ഇവിടെ കണ്ടോ അങ്ങനെ അടിക്കുമ്പോൾ നല്ലൊരു ഫിനിഷിങ് വരും കണ്ടോ. തുമ്പൊന്നും കാണാതെ ഇതുമാതിരി വരും. ഇനി നമ്മൾ ഈ ഇത് ഷോൾഡറിൻ്റെ മേലടി ഇങ്ങനെ അടിച്ച് ഇത് ഈ ബാക്ക് നെക്കിൻ്റെ മേലടി അടിക്കുകയാണ് കേട്ടോ. മേലക്കൂടെ തുമ്പത്ത് കൂടെ ഇതുപോലെ അടിക്കുന്നുണ്ട് കേട്ടോ. ഓരത്തും കൂടെ ഇതേപോലെ ഇങ്ങനെ അടിക്കുന്നുണ്ട്. നന്നായി വലിച്ച് വൃത്തിയായിട്ട് എടുത്തിട്ടാണ് ചെയ്യാതെ റൗണ്ട് ക്ലിയറായിട്ട് പിടിച്ചിട്ട് ഇതുപോലെ ചുറ്റുപാട് അടിക്കും. ഇനി നമ്മൾ നന്നായിട്ട് ഒപ്പത്തിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ അങ്ങനെ അടിച്ച് കഴിഞ്ഞതിന് ശേഷം കേട്ടോ. ഇതിങ്ങനെ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ ഫ്രണ്ട് പാർട്ട് അടിച്ച പോലെ തന്നെ ലൈനിങ് ഫുള്ളായിട്ട് അതിൽ അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നെക്കൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഫുള്ളായിട്ട് ഇത് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഒക്കെ ഒരു ഫിനിഷിങ് കിട്ടും. നെക്ക് അടിച്ചതൊക്കെ ക്ലിയറായിട്ട് വൃത്തിയായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ടും ഇതേപോലെ അറ്റാച്ച് ചെയ്ത് ബാക്കി വരുന്ന പീസ് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട് പാർട്ട് ചെയ്ത പോലെ. ഇനി നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ സ്ലീവ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ലൈനിങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ചുരിദാർ പീസിലും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈനിങ് ആണ് കറക്റ്റ് അളവ്. നമ്മളിത് അറ്റാച്ച് ചെയ്തെടുക്കാൻ പോവുകയാണ് കേട്ടോ. സ്ലീവ് ഇതേപോലെ വെച്ചിട്ട് ലൈനിങ് ചുറ്റുഭാഗം അറ്റാച്ച് ചെയ്തിട്ട് സൈഡ് മടക്കി അടിക്കുകയാണ് കേട്ടോ. ഇനി അടിയിൽ കണ്ടോ ഇതുപോലെ അറ്റാച്ച് ചെയ്തതിന് ശേഷം അടിയിൽ ഇതേപോലെ മടക്കി അടിക്കുക കേട്ടോ. അങ്ങനെ 2 മടക്കി അടിക്കുന്നുണ്ട്. അപ്പം നമ്മളിനി ബാക്കി വരുന്ന സൈഡെല്ലാം കട്ട് ചെയ്ത് കളയട്ടെ 2ൻ്റെയും ഇതുപോലെ. അപ്പം നമ്മുടെ 2 സ്ലീവ് അടിച്ച് കട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ കുഴിച്ച് വെട്ടിയ ഭാഗമാണ് നമുക്ക് ഫ്രണ്ടിലേക്ക് അറ്റാച്ച് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം നമ്മൾ ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്യാൻ പോകുന്നു കേട്ടോ ചുരിദാറിൻ്റെ. ഇതുപോലെ സ്ലീവ് പീസ് ഇതേപോലെ വെച്ചിട്ട് ചുരിദാറിൻ്റെ സ്ലീവ് ഇതേപോലെ ഷോൾഡറിൻ്റെ ഭാഗവും ഈ സെൻറ്ററും ഒരേപോലെ വെച്ചിട്ട് ഇങ്ങനെയാണ് കേട്ടോ സ്ലീവ് അറ്റാച്ച് ചെയ്യുക. അവ സെൻറ്ററിൽ തുടങ്ങിയിട്ട് ഇവിടേക്ക് അടിക്കുക ആദ്യം. ഇതുപോലെ നെക്കല്ല സ്ലീവ് ഇതുപോലെ അറ്റാച്ച് ചെയ്യുക കേട്ടോ.
ഇനി നമുക്ക് അതേപോലെ ഇങ്ങോട്ട് മറച്ച് വെച്ചിട്ട് പിന്നെ ഒരു അടിയും കൂടി അതേപോലെ ഇങ്ങോട്ട് ബാക്കോട്ട് അങ്ങനെ വന്നിട്ട് ഇനിയാണ് ഇവിടെ ബാക്കി ഭാഗം ഇങ്ങനെ അറ്റാച്ച് ചെയ്യുന്നത് കേട്ടോ. ഈ ഇതിലാണ് സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോഴാണ് ക്ലിയർ ആയിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്ത് വരുള്ളൂ കേട്ടോ. കറക്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെൻറ്ററിൽ സ്ലീവ് അറ്റാച്ച് ചെയ്യണം കേട്ടോ. അത് മനസ്സിലാൻ വേണ്ടിയിട്ട് അത് മുഴുവനായിട്ട് കാണിക്കുന്നു കേട്ടോ. നമ്മൾ ഒരടി കൂടി മൊത്തത്തിൽ ഒരടി കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ 2 സ്ലീവ് അറ്റാച്ച് ചെയ്യണേ. അപ്പം നമ്മൾ സ്ലീവ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഷോൾഡർ അങ്ങനെ കൃത്യമായിട്ട് നമ്മൾ ആ സ്റ്റിച്ചിൻ്റെ അവിടെ നന്നായിട്ട് കൃത്യമായിട്ട് 2 സൈഡും പിടിച്ച് ഒപ്പാക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ സൈഡ് അറ്റാച്ച് ചെയ്യാൻ പോകും കേട്ടോ. കയ്യിൽ നിന്ന് മൊത്തത്തിൽ നമ്മൾ അളവൊക്കെ ആദ്യം തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളതൊക്കെ വരച്ച് വയ്ക്കുമല്ലോ, ആ അതിലാണ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് കേട്ടോ. ചുരിദാറിൻ്റെ അളവാണ്, ആ അളവ് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. ഇതുപോലെ വരച്ച് വെച്ചാൽ ഇതിൽ കൂടെ ഇതുപോലെ അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ആ സ്ലിറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ ഒന്ന് സൂചി കുത്തി നിർത്തിയിട്ട് ഒന്ന് ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കും നമ്മൾ കേട്ടോ. ഇനി തിരിച്ച് വെച്ചിട്ട് മേലേക്ക് തന്നെ അതുപോലെ ഒരടിയും കൂടി അപ്പുറത്തേക്ക് അടിക്കും കേട്ടോ. എന്താ ഒരടി ഡിഫറൻറ്റിൽ ഇതുപോലെ ഇവിടെ വരെ അടിക്കുക. ഇത് നമ്മളൊരു 3 അടി അടിക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ കുറച്ചൊരു സ്റ്റിച്ചൊക്കെ അഴിച്ചിടണമെങ്കിലൊക്കെ വണ്ണം കൂടിയാലോ കുറഞ്ഞാലോ അതൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു അടിയും കൂടി അടിച്ച് വെച്ചിരിക്കുന്നു. ഇനി അതുപോലെ 2 സൈഡും അടിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ 2 സൈഡും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഓപ്പൺ വരെ. ഇനി നമ്മൾ സ്ലിറ്റ് മടക്കി അടിക്കുകയാണ്. ഇതുപോലെ ഇങ്ങനെ ഇത്ര വീതിയിൽ കേട്ടോ, ഇതുപോലെ വെച്ചിട്ട് സ്ലിറ്റ് മടക്കി അടിക്കുക. നമ്മളിവിടെ എത്തുമ്പോൾ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഒപ്പം വെച്ചിട്ട് വേണം അങ്ങനെ മടക്കി അടിക്കുക കേട്ടോ. 2 സൈഡും ഇടർത്തി വെച്ചിട്ട് ഇതുപോലെ ഇപ്പുറത്ത് മടക്കിനി ഇങ്ങനെ. ഇങ്ങനെയാണ് സ്ലിറ്റ് അടിക്കേണ്ടത് കേട്ടോ. അതുപോലെ 2 ഭാഗത്തുള്ള സ്ലിറ്റും അടിക്കുന്നത്. ഇനി നമ്മൾ അടി മടക്കി അടിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഈ 2 ഭാഗം നന്നായി ഒപ്പം വെച്ച് നോക്കുക. സ്ലിറ്റിൻ്റെ ഇവിടെ കൃത്യമായിട്ട് പിടിച്ചിട്ട് അടി വെച്ച് ഒപ്പാക്കി അടയാളപ്പെടുത്തുക കേട്ടോ. ഇതെന്താ വെച്ചാൽ ഫ്രണ്ട് പീസ് കരമുള്ള ഭാഗമായ കാരണം നമുക്ക് മടക്കി അടിക്കേണ്ട. അതിനെ കൊണ്ട് ബാക്ക് പീസ് മാത്രമാണ് മടക്കി അടിക്കാനുള്ള തുമ്പ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുകയാണ് കേട്ടോ. ഫ്രണ്ട് പീസിൻ്റെ അളവിൽ ഒപ്പം ഇങ്ങനെ വെച്ച് ഇതുപോലെ 2 ഭാഗത്തും അടയാളപ്പെടുത്തി ആ ഭാഗം നമ്മൾ മടക്കി അടിക്കുക കേട്ടോ. ബാക്ക് ഭാഗം ഇതുപോലെ അളവിൽ മടക്കി അടിക്കുക. ഇനി നമ്മൾ ഈ സ്ലിറ്റിൻ്റെ ഇപ്പുറത്തെ സൈഡ് കൂടെ അല്ലേ നമ്മൾ അടിച്ച്, ഇനി ഈ ഓരത്ത് കൂടെ ഈ സൈഡ് മൊത്തം നമ്മൾ ഒരടിയും കൂടി അടിക്കാൻ പോവുകയാണ് കേട്ടോ. ഇതുപോലെ സൈഡ് കൂടെ 2 സൈഡും ഇതുപോലെ ഓരത്ത് കൂടെ അടിക്കുക. ഇവിടെ എത്തുമ്പോൾ കണ്ടോ നമ്മൾ അവിടെ സെൻറ്റർ ആ ഓരത്ത് കുത്തിയിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് കേട്ടോ ഇതുപോലെ 2 സൈഡ് അടിക്കുക. അപ്പം നമ്മളുടെ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് മുഴുവനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ലാസ്റ്റത്തെ ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലൈനിങ് ചുരിദാർ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.